എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ശതാവരി ചിലപ്പോൾ ശതാവരി എന്നൊക്കെ പറയും, ശതാവരി ചെടിയാണിത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണിത്. ഇതിപ്പം അങ്ങനെ കാണാറൊന്നുമില്ല. ഞാനിപ്പം പറമ്പിലൂടെ പോകുമ്പം ജസ്റ്റ് ഒരു തൈ കണ്ടതാണ്. വളരെ ചെറുതാണ്. ഇത് വേറെ നിന്ന് മുളയ്ക്കുന്നു, ഇതിൻ്റെ കായ വീണ് മുളയ്ക്കുന്നതാണ് ഈ സംഭവം. ഇതുകൊണ്ട് ഇതിൻ്റെ ചെറുതാണെങ്കിൽ കൂടി ഒരുപാട് കിഴങ്ങുകളുണ്ട്. ഇതെന്താണ്, കല്ലോ? ഇതാണ് ഇതിൻ്റെ കിഴങ്ങുകൾ. ഇത് അച്ചാറിട്ട് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം. അതല്ലാതെ പച്ചമരുന്നോ ആയുർവേദമൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഉണക്കി പൊടിച്ചൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. മുറിവെണ്ണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അച്ചാർ ഇടാൻ വേണ്ടിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല പുളിയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയൊരു രീതിയിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല പുളി ഉണ്ടാവും. ഇത് വളരെ ചെറുതാണ്, ഇനി ഇത് നല്ല രീതിയിൽ വലുതാകണം. ഇതുണ്ട്, നിറച്ച് മുള്ളായിരിക്കും ഇതിൻ്റെ ഈ തണ്ടേക്കടയൊക്കെ. ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പം ഇപ്പോഴൊക്കെ അപൂർവമാണ് നാട്ടിൽ കാണാൻ. അപ്പോൾ ഇനി നമുക്കിത് കളയണ്ട. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് പറിച്ച് മാറ്റി നമ്മൾക്ക് വയ്ക്കാം. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇത് പൂവിട്ട് ഒരുപാട് കായകളൊക്കെ ആവും. പിന്നെ ഇത് ഈ ഭാഗങ്ങളിലൊക്കെ മുളച്ചോളും. ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ല ഈ സാധനം. പിന്നെ ഇതെങ്ങനെ മുളച്ചു അറിയത്തില്ല. ഇവിടെയെങ്ങും ഇല്ല, ഈ പരിസരത്തെങ്ങും ഇല്ല, ആരുടെ വീടുകളിലും ഇല്ല ഈ സാധനം. അപ്പോൾ ഇനി ഞാനിത് നടുന്നത് ചാക്കിലാണ്. സിമൻറ്റ് ചാക്ക് ഈ രീതിയിൽ ഒരെണ്ണം എടുത്താൽ മതി. ചാക്കെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിറയെ കിഴങ്ങുണ്ടായി കഴിയുമ്പം മണ്ണിലാണെങ്കിൽ ഇത് കിളച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാക്കാകുമ്പോൾ ചാക്ക് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങ് എടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി മണ്ണും കൂടി നിറയ്ക്കാം. നമ്മുടെ ശതാവരിക്ക് ആകെ ഒരു 4 അടി പൊക്കം മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ ഇത്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴൊന്ന് കണ്ടതാണ് പറമ്പിൽ. നമുക്ക് ഇനി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ചാക്കെല്ലാം റെഡിയായി നട്ടിട്ടുണ്ട് ശതാവരി. ഇതിന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മഴയുള്ളപ്പോൾ മഴ, വെയിലുള്ളപ്പം വെയിൽ, ആ രീതിയിലൊക്കെ മതി. ഇതിനിപ്പോൾ പരിചരണമോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് അത്യാവശ്യം വളരെ തുച്ഛമായ രീതിയിലുള്ള വെള്ളം മതി. മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം മാത്രം മതി. നിങ്ങൾ വേനൽക്കാലത്ത് ഇത് നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഒരു പരുവമാണ്, ഒരു പ്ലാസ്റ്റിക് ലുക്കാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ഡെക്കറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല. അപ്പോഴിനി ഞാനിത് ഇതിനെ കയറ്റി വിടാൻ വേണ്ടി ഒരു മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കണം.